ഹായ് ഗായ്സ്, ഇന്ന് വീട്ടിൽ നോമ്പ് തുറയാണ്. എൻ്റെ വീട്ടിലത്തെ നോമ്പ് തുറയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിന് പൊരിക്കടിയിലേക്ക് സെറ്റാക്കാം. സവാള ഒക്കെ അരിയാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഈ കുക്കറിലുള്ളത് കോഴിമുട്ടയും ഉരുളൻകിഴങ്ങാണ്. ഇത് ചില്ലിക്കുള്ള സവാള അരിയലാണ്, പ്രത്യേക തരമായിട്ടുള്ളൊരു സവാള അരിയലാണ് ഗൈസ്. പിന്നെ ഇത് പരിപ്പ് വട, 2 വടയിൽ പോകുന്നറിയില്ലേ, അതിലത്തെ പരിപ്പ് വടയാണിത്. അപ്പോൾ അതിന് ഇതുപോലെ കുനുകുന അരിഞ്ഞ് വെച്ചതാണ് പരിപ്പ് വടക്കുള്ള സവാള. പിന്നെ ഇത് കട്ട്ലേറ്റിനുള്ളതാണ്. ബീഫ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ സവാള അരിയലൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പോൾ നമുക്ക് കുക്കറിലുള്ള ഐറ്റംസൊക്കെ വെന്താ നോക്കാം. അതും സെറ്റായിട്ടുണ്ട്. കോഴിമുട്ടയും ഉരുളൻകിഴങ്ങും ഒപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് ഒരു സവാള കൂടി കാണാം. ഇത് ചിക്കൻ കറിയിലേക്കുള്ള സവാളയാണ് ഗൈസ്. അത് ഇതേപോലെയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. പല ടൈപ്പിലാണ് നമ്മൾ സവാള അരിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ബീഫ് നോക്കാം. ബീഫ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഉപ്പിട്ടു. പിന്നെ ഇത് ഗരം മസാലയാണ്. അപ്പോൾ മസാലകളൊക്കെ ആദ്യം ഇട്ട് വേവിക്കുകയാണെങ്കിൽ അതിൽ പിടിക്കും. പിന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. നമുക്കിനി വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് വേവിക്കാൻ വെക്കാം. ബീഫിന് അത്യാവശ്യം വേവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വേവുന്ന ടൈമിൽ ഉരുളൻകിഴങ്ങൊക്കെ തോല് പൊളിച്ച് ഇത് കട്ട്ലേറ്റിന് സെറ്റാക്കുകയാണ്. പിന്നെ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് അത് കുതിരട്ടെ. ഇനി ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ചെറുതായി ജലദോഷം ചുമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പ്, വേപ്പില, മുളക്, അതൊക്കെയാണ് അതിലുള്ളത്. ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാവ് സെറ്റാക്കാം. അപ്പോൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാതും സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടില്ല, എല്ലാതും സെറ്റാക്കി. ഇനി പൊരിക്കലാണ്. പരിപ്പ് വട, പിന്നെ ബീഫ് കട്ട്ലേറ്റ് എല്ലാതും പാത്രത്തിൽ സെറ്റാക്കി വെച്ചു. ഇനി പൊരിക്കുമ്പോൾ ഒക്കെ കൂടി ഒപ്പം പൊരിക്കാമല്ലോ, അതിന് വേണ്ടിയാണ് ഒക്കെ സെറ്റാക്കിയത്. ഇനി ബാക്കി നമ്മൾ ബ്രെഡ് പൊടിച്ചത് ബാക്കി വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു പണിയുണ്ട്. മുട്ടയും ബാക്കി വന്നു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേറെ ഐറ്റം ഉണ്ടാക്കാം. സിമ്പിൾ. അപ്പോൾ ഇനി മുട്ടയും ഇതുപോലെ ബ്രെഡ് ക്രംസും ബാക്കി വന്നാൽ സിമ്പിളായി നമുക്ക് വേറെ ഒരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഈ ബ്രെഡ് ക്രംസ് കൊണ്ടാണ് ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് കോഴിമുട്ട ഇട്ടുകൊണ്ട് ഇനി ഗുലാബ് ജാമുൻ ആക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്നാക്സാണിത്. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇനി ബാക്കി വന്നാൽ ട്രൈ ചെയ്ത് നോക്കിക്കോളി. ഇനി നമുക്ക് പൊരിക്കാൻ തുടങ്ങാം. ഫസ്റ്റ് പരിപ്പ് വട പൊരിച്ചു. ചുമയുള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് കട്ട്ലേറ്റ് സെറ്റാക്കാം. എൻ്റെ സ്പെഷ്യൽ സ്നാക്സാണ് ബ്രെഡുണ്ട, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഐറ്റം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. ഇനി എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ക്രംസിലേക്ക് കോഴിമുട്ട ഒഴിക്കുക, കുഴച്ചെടുക്കുക. നെക്സ്റ്റ് മുട്ട ബജി. അപ്പോൾ മുട്ട ബജി സെറ്റായി. ഇനി അടുത്തത് കട്ട്ലേറ്റ്. അപ്പോൾ എല്ലാവരും സെറ്റായി. ഇത് ചില്ലി ഉണ്ടാക്കാനുള്ള ചിക്കനാണ്. ഇതാണ് ചില്ലിക്കുള്ള ഐറ്റംസ്. അപ്പോൾ ചില്ലിയും സെറ്റായി. വാവ്, സൂപ്പർ. അപ്പോൾ അതൊക്കെ സെറ്റായി. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നില്ലേ? വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തോളൂ, നമുക്കിങ്ങനെ വായിക്കാമല്ലോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇനി ജ്യൂസ് ചക്കരമത്തയാണ്, അപ്പോൾ അതൊക്കെ അരിച്ച് സെറ്റാക്കി. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നോമ്പ് തുറ പരിപാടിയാണ്. ജ്യൂസും വെള്ളം കലക്കിയതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചു. ചക്കരമത്ത, പൈനാപ്പിൾ, മുന്തിരി, പിന്നെ നമ്മളെ പൊരിക്കടി ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു വീട്ടിലെ നോമ്പ് തുറ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊറാട്ടയും വെള്ളപ്പവും ചിക്കൻ കറി, ചിക്കൻ ചില്ലി അതായിരുന്നു. പിന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നു, നമ്മളെ കണ്ണൻ മീൻ ഉണ്ടല്ലോ, നാടൻ കണ്ണൻ പൊരിച്ചതും ഉണ്ടായിരുന്നു ഗൈസ്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറ സ്പെഷ്യൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.